നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 20 ഞായറാഴ്ച. മരണം അതിജീവിച്ച പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് വിശുദ്ധ ഈസ്റ്റർ ആഘോഷിക്കുന്നു. പുനരുജ്ജീവനത്തിന്റെ സന്ദേശം ലോകം മുഴുവനും പുതിയ പ്രത്യാശയുടെ ശബ്ദമായി പകരുന്നു. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു. ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക്. ചെറുകിട ബിസിനസ്സുകൾക്ക് നികുതി കിഴിവ് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ. ടെക് നവീകരണത്തിനായി ചെറുകിട ബിസിനസ്സുകൾക്ക് $2000 നികുതി കിഴിവ് ലഭിക്കും. രാജ്യത്തെ ചെറുകിട വ്യാപാരികളുടെ വോട്ട് നേടുന്നതിനുള്ള പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടന്റെ ഏറ്റവും പുതിയ വാഗ്ദാനമാണിത്. 4 വർഷത്തെ ഫോർവേഡ് എസ്റ്റിമേറ്റുകളിൽ $330 മില്യൺ വിലമതിക്കുന്ന 2 പുതിയ ചെറുകിട ബിസിനസ് നികുതി ഇളവുകൾ കൂടി വരും ദിവസം ഡട്ടൺ വെളിപ്പെടുത്തും. ഉക്രൈൻ സൈന്യവുമായി യുദ്ധം ചെയ്തതിന് റഷ്യയിൽ 15 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന മെൽബൺ സ്വദേശി ഓസ്കാർ ജെങ്കിൻസിനെ സഹായിക്കാൻ തീരുമാനം. റഷ്യയുടെ അധിനിവേശത്തിനെതിരെ ഉക്രൈന്റെ സായുധ സേനയ്ക്കൊപ്പം പോരാടിയ മുൻ അധ്യാപകനായ ജെങ്കിൻസിനെ മോചിപ്പിക്കുന്നതിന് പ്രാതിനിധ്യം നൽകുന്നത് റഷ്യൻ സർക്കാരിന് മുന്നിൽ തുടരുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ജനുവരിയിൽ ജെങ്കിൻസ് തടവിൽ മരിച്ചുവെന്ന പ്രാഥമിക റിപ്പോർട്ടുകൾക്ക് ശേഷം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നും കസ്റ്റഡിയിലാണെന്നും റഷ്യ സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന്റെ മോചനത്തിനായി സർക്കാർ ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കിഴക്കൻ തീരത്ത് ശക്തമായ തിരമാലകൾ ഉയരുന്നത് തുടരുന്നു. അതേസമയം ഈസ്റ്റർ ആഘോഷങ്ങൾക്കിടയിൽ ബീച്ചിൽ മരിച്ചവരുടെ എണ്ണം 5 കിഴക്കൻ തീരത്ത് ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നുണ്ടായ കടലാക്രമണമാണ് അപകടത്തിന് പിന്നിൽ. ബീച്ചുകളിലേക്ക് എത്തുന്ന സന്ദർശകർ സൂക്ഷിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബെൽസ് ബീച്ചിലെ മോശം സാഹചര്യങ്ങൾ കാരണം സർഫിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. വിക്ടോറിയയിലെ ബെൽസ് ബീച്ചിൽ പ്രതികൂലമായ സർഫിംഗ് സാഹചര്യങ്ങൾ കാരണം റിപ്കാർഡ് പ്രോയിൽ മത്സരം വീണ്ടും താൽക്കാലികമായി നിർത്തിവെച്ചു. കാലാവസ്ഥാ വ്യതിയാനവും കാറ്റും മത്സരങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനാലാണ് മത്സരങ്ങൾ മാറ്റിവെച്ചത്. സാധ്യമായ ഏറ്റവും മികച്ച സാഹചര്യങ്ങളിൽ സർഫറുകൾക്ക് മത്സരിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാൽ മത്സരങ്ങൾ താൽക്കാലികമായി മാറ്റിവെക്കുകയാണെന്ന് സംഘാടകർ അറിയിച്ചു. എറോൺ ചുഴലിക്കാറ്റ് കിംബർലി തീരം കടന്നു. കാറ്റഗറി 2 കൊടുങ്കാറ്റായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് രാത്രി 8 മണിക്ക് ഉഷ്ണമേഖലാ ന്യൂനമർദ്ദമായി തീരം കടക്കുന്നതിന് തൊട്ടു മുമ്പ് ശക്തി കുറഞ്ഞു. കുരിബേയിൽ നിന്ന് 85 കിലോമീറ്റർ തെക്കുകിഴക്കായും ഡെർബിയിൽ നിന്ന് 175 കിലോമീറ്റർ വടക്കുകിഴക്കായും കരയിലേക്ക് പതിച്ചപ്പോൾ മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിലും 75 കിലോമീറ്റർ വേഗതയിലും കാറ്റുവീശാൻ കാരണമായി. പലയിടത്തും ശക്തമായ കാറ്റും മഴയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. വിക്ടോറിയയിലെ ഡാൻഡനോങ് റേഞ്ചിൽ കാണാതായ 6 വയസ്സുകാരനെ ബൈക്ക് യാത്രികൻ കണ്ടെത്തി. 12 മണിക്കൂറിലധികം കാണാതായ നോൺ വെർബൽ ഓട്ടിസം ബാധിച്ച ആൺകുട്ടിയെയാണ് വഴിയാത്രക്കാരൻ കണ്ടെത്തിയത്. കളിസ്ഥലത്ത് നിന്നും വൈകുന്നേരം 4 മണിയോടെ പാർസ എന്ന ആൺകുട്ടിയെ കാണാതാവുകയായിരുന്നു. ശക്തമായ അന്വേഷണം നടത്തിയെങ്കിലും 12 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. സിഡ്നിയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് കത്തിക്കരിഞ്ഞ കാറിനുള്ളിൽ അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ 8 വയസ്സുള്ള ആൺകുട്ടി കോമയിൽ തുടരുന്നു. വീട്ടിൽ നിന്ന് അതിക്രമിച്ച തട്ടിക്കൊണ്ടുപോയ സ്ത്രീയുടെ മൃതദേഹമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയത്. 5 പുരുഷന്മാർ വീട്ടിലേക്ക് ബലം പ്രയോഗിച്ച് അതിക്രമിച്ച് കയറി 45 വയസ്സുള്ള സ്ത്രീയെ ആക്രമിച്ചതായി പോലീസ് പറഞ്ഞു. സ്ത്രീയുടെ 8ഉം 15 വയസ്സുള്ള 2 ആൺമക്കൾ ഈ സംഭവത്തിന് സാക്ഷിയായിരുന്നു. ആൺകുട്ടിയും ആക്രമണത്തിന് ഇരയായി. സംഭവത്തിൽ ഇതുവരെയും പ്രതികളെ പിടികൂടാനായിട്ടില്ല. വിക്ടോറിയയിലെ ബെൻഡിഗോ ഈസ്റ്റർ ആഘോഷ പരിപാടിക്ക് വൻ ജനപങ്കാളിത്തം. ഇന്നലെയും ഇന്നുമായി ബെൻഡിഗോയിൽ അരങ്ങേറുന്ന ഫെസ്റ്റിവൽ ആഘോഷ പരിപാടിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കം ആസ്വാദ്യകരമായ വിവിധ റൈഡുകൾ അടക്കം ഒരുക്കിയിട്ടുണ്ട്. ദി സിറ്റി കൗൺസിൽ ഓഫ് ഗ്രേറ്റ് ബെൻഡിഗോയുടെ ആഘോഷ പരിപാടി വർഷങ്ങളായി അരങ്ങേറുന്നതാണ്. പരിപാടിക്ക് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള വിക്ടോറിയയിലെ തന്നെ ഏറ്റവും വലിയ ഈസ്റ്റർ പരേഡ് ഇന്ന് രാവിലെ മുതൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും. വിവിധയിനം കലാസാംസ്കാരിക പരിപാടിയും കരിമരുന്ന് പ്രയോഗവും ഫെസ്റ്റിവലിന്റെ ഭാഗമാകും. This part of the program sponsored by Tharawal Restaurant, Corinda, Brisbane.
കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ്. സംസ്ഥാനത്തെ ആശാപ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. 2022 മാർച്ച് 2 ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവാണ് ഇറങ്ങിയത്. 62 വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന മാർഗരേഖയ്ക്കെതിരെ ആശാപ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ മാർഗരേഖ പിൻവലിക്കുമെന്ന് ആരോഗ്യമന്ത്രി വാക്കാൽ ഉറപ്പ് നൽകിയിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ NIA നീക്കം. ഇതിനായി അമേരിക്കയുടെ സഹായം NIA തേടാനൊരുങ്ങുന്നതായാണ് വിവരം. തഹാവൂർ റാണയിൽ നിന്ന് ലഭിച്ച പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. നിലവിൽ അമേരിക്കയിൽ ജയിലിലാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. NDPS സെക്ഷൻ 27-29 പ്രകാരമാണ് ഷൈനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ലഹരിമരുന്ന് ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ച പശ്ചാത്തലത്തിലാണ് കേസ് എടുത്തതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കുക, പങ്കാളിയാകുക അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഉടൻ ഷൈനിന്റെ വൈദ്യപരിശോധന നടത്തും. ചരിത്ര നേട്ടവുമായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ പ്രധാന കഥാപാത്രമായി എത്തിയ എമ്പുരാൻ 30 ദിവസം കൊണ്ട് 325 കോടി ചിത്രം നേടിയതായി അണിയറ പ്രവർത്തകർ അറിയിച്ചു. മലയാളത്തിൽ നിന്ന് 300 കോടി ക്ലബിലെത്തുന്ന ആദ്യ ചിത്രമായിരിക്കുകയാണ് എമ്പുരാൻ. മോഹൻലാൽ തന്നെയാണ് വിവരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.